കണ്ടോ നിങ്ങൾ? നിങ്ങൾ പറ, നിങ്ങളല്ലേ എപ്പോഴും പറയുന്നത്. നന്നായി അതുവന്ന് ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥ തന്നെ. കാരണം അതാണ് ഈ സിനിമ. നമ്മളിപ്പോൾ പല മലയാളം സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കള്ളൻ്റെ നന്മ കാണിക്കുന്ന ചിത്രമാണ്. അർജുൻ അശോകനും ഇതിൽ ബാലു വർഗീസ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ട് നല്ലൊരു ചിത്രം. നല്ല പടമായിരുന്നു, തീർച്ചയായിട്ടും അടിപൊളിയാണ്. നല്ല എക്സൈറ്റിംഗ് ആണ് കാണാനായിട്ട്, തീർച്ചയായിട്ടും കാണണം. പടം ആക്ച്വലി ഞാൻ ഇച്ചിരി റോൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ എനിക്ക് കണ്ടിട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു, തീർച്ചയായിട്ടും കാണണം. അടിപൊളിയാണ്, നല്ല എക്സൈറ്റിംഗ് ആണ്. പുണ്യാണ് അവസാനം നല്ലൊരു മെസ്സേജുണ്ട്, മെസ്സേജോടെ അവസാനിക്കുന്ന കുറച്ച് ട്വിസ്റ്റിലുണ്ട് അവസാനം. നല്ലൊരു എൻ്റർടൈനറാണ്, കോമഡി ത്രില്ലർ. അനുശ്വരാജിൻ്റെ പെർഫോമൻസ് ഉയർന്നതാണ്. പുള്ളിക്കാരുടെ ആക്ഷൻ ആണ് ചെയ്യുന്നത്. പിന്നെ മറ്റേ ബാലു വർഗീസ് ആയാലും അൽത്താഫ് ആയാലും അരിസ്റ്റോണമാണ് പുള്ളി സെക്കൻഡ് ഹാഫിൽ വന്ന് നന്നായി ചെയ്തിട്ടുണ്ട്. മറ്റേ എക്സ്റ്റൻഡ് റോൾ നന്നായി ചെയ്തിട്ടുണ്ട്. ഫാമിലിയിൽ കാണാവുന്ന നല്ലൊരു എൻ്റർടൈനറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് സ്വന്തം പുണ്യാളെ കണ്ടിറങ്ങി. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവർ 3 പേരുള്ള കോംബോ സീൻസുകളൊക്കെ നല്ല രസമുണ്ട്. എക്സ്പെഷ്യലി അർജുൻ അശോകൻ്റെ ഒരു വെറൈറ്റി ഒരു മേക്കിംഗ് ആണ് അർജുൻ അശോകനെ മേക്ക് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ അർജുൻ അശോകൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസ്, അനശ്വര, ഇവർ 3 കോംബോ സീൻസുകളാണ് പടത്തിൽ കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയതുള്ളൂ. അത്യാവശ്യം ചിരിക്കാനുണ്ട്. പിന്നെ എനിക്കതൊരു ഇടുക്കി ബേസ്ഡ് സ്റ്റോറിയാണ് പറഞ്ഞു തന്നത്. ഒരു പള്ളിയിൽ നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വേ ഓഫ് മേക്കിംഗ്, ഡയറക്ഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കിട്ടുന്ന ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ സാധാരണ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രസമുണ്ട്, കണ്ടിരിക്കേണ്ട രസമുള്ള പടമാണ്. പടം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു, എല്ലാ ഓഡിയൻസും ഇഷ്ടപ്പെടും. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. കോമഡി ഉണ്ട്, സസ്പെൻസും ഉണ്ട്. അർജുൻ, ബാലു, അനശ്വര എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഓവറോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, ഇറ്റ്സ് എ ക്യൂട്ട് മൂവി. താങ്ക് യു. അടിപൊളിയായിരുന്നു മൊത്തത്തെ എക്സ്പീരിയൻസ്. ഓരോരുത്തരും നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ പറ്റത്തില്ല. എല്ലാവരും പെർഫോമൻസ് നല്ലതായിരുന്നു. മഹേഷ് മധുവിൻ്റെ മേക്കിംഗ് സൂപ്പറായിരുന്നു. നമ്മുടെ അർജുൻ അശോകൻ്റെ ഒക്കെ ഒരു ഡിഫറെൻറ്റ് ഫേസ് തന്നെ ഇതിൽ നമുക്ക് കാണാം. ഇതുവരെയും നമ്മൾ കാണാറില്ലല്ലോ ഇങ്ങനെ. ആൻഡ് ബാലു, അനശ്വരൊക്കെ ഇങ്ങനെ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. സോ നല്ലൊരു കോമഡി എൻ്റർടൈനിങ് ചിത്രമാണ്. അപ്പോൾ എല്ലാവരും കാണണം, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് സ്വന്തം മുണ്ടയാൽ മൂവി കണ്ടിറങ്ങിയുള്ളൂ. നല്ല സിനിമയാണ്, നല്ല ഡയറക്ഷൻ. അതുപോലെ തന്നെ അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വരരാജനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി സിനിമയാണ്, എല്ലാവർക്കും ഒന്ന് കാണാം. തിയേറ്ററിൽ തന്നെ ഒന്ന് കണ്ടാൽ വളരെ നല്ലതായിരിക്കും. താങ്ക് യു. അടിപൊളിയായിരുന്നു, നല്ല മൂവിയാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മൾ സ്ഥിരം കണ്ടു വരുന്ന രീതിയിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റായിട്ട് എല്ലാവർക്കും ക്യാരക്ടറാണ്. എല്ലാവർക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ മൂവിയാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റും. അവർ കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. അവർ മാത്രമല്ല, അതിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാം മിക്സ്ഡാണ്. എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസും ഉണ്ട്. അതെ 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 നല്ല മേക്കിംഗ് ആണ്, വളരെ നല്ല മേക്കിംഗ് ആണ്, നല്ല മ്യൂസിക്കാണ്, അടിപൊളി. നല്ലായിരുന്നു. ഫാമിലി മൂവിയാണ്, എല്ലാവരും പോയി കാണണം. ഞാൻ അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. മരിയയുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. ക്രൂ അടിപൊളിയായിരുന്നു. ഡയറക്ടറാണെങ്കിലും നമ്മളെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ അത് കറക്റ്റ് ചെയ്ത് തരും. അപ്പോൾ താങ്ക്സ് ടു മഹേഷ് അങ്കിൾ. ബാലു വർഗീസ്, അനശ്വര, അർജുൻ അശോകൻ നല്ല രസമായിട്ടുണ്ട്. എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുന്നൊരു മൂവി തന്നെയാണ്. ഒരു പള്ളിയും അവിടുത്തെ ഒരു റോബറി ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു മൂവിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ച് നോർമലായിട്ടൊക്കെ തോന്നാം, നോർമലി പോകുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ കൂടി നമുക്ക് കുറച്ചും കൂടി സീറ്റ് എഡ്ജിങ് ആയിട്ടൊക്കെ തോന്നും. കാരണം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് എൻഗേജ് ചെയ്യും, ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യും ഓഡിയൻസിനെ. കാരണം എന്താണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ട കുറേ കാര്യങ്ങളൊക്കെ ഒരു കോറ് സെക്കൻഡ് ഹാഫിൽ റിവീൽ ആകുന്നുണ്ട്. കുറേ ട്വിസ്റ്റും ടേൺസും ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ടേൺ വരുന്നു. എന്താണ് കുറേ ഭയങ്കര ആകാംക്ഷയായിട്ട് കുറേ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. കൊള്ളാം, നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിരുന്നു. കുറേ ടെൻഷൻ അടിപ്പിച്ചു.
പെർഫോമൻസ് വൈസ് അർജുന അശോകനാണെങ്കിലും അത്യാവശ്യം കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഭയങ്കര രസമായിട്ട് പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ്, ആളൊരു കള്ളനായിട്ടാണ്, പക്ഷേ ഭയങ്കര രസമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ബാലു ആണെങ്കിലും അനശ്വരാണെങ്കിലും അനശ്വരക്കൊക്കെ വേറൊരു ഫേസ് ഉണ്ട് ക്യാരക്ടറിന്, അത് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്, വർക്കൗട്ടായിട്ടുണ്ട്. നല്ല ഫാമിലി എൻ്റർടൈൻ ഒരു പടം. കോമഡി ആണോ എന്ന് വെച്ചാൽ കുറച്ച് കോമഡി ഉണ്ട്, കുറച്ച് സീരിയസ് ഉണ്ട്, കുറച്ച് അധികം സീരിയസ് ഉണ്ട്. നമുക്ക് ശരിക്കും ടെൻഷൻ അടിക്കും. ബാലു ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചു പോകും. അയ്യോ എങ്ങനെയാവും എന്നുള്ളൊരു അതിൽ സ്വന്തം മലയാളീസ് കണ്ടു. ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. ഈ പുള്ളിയില്ലേ, ഈ കൊച്ചിക്കാരൻ വിഷ്ണു ഫസ്റ്റ് സീക്വൻസിലുണ്ട്. ബിഗിനിങ് കഥ തുടങ്ങുന്നത് ഈ പുള്ളിയിൽ വെച്ചാൽ ഒരു സീനിൽ കാണിച്ചു. എങ്ങനെ തോന്നി? വളരെ രേഖായുദ്ധത്തിലും താങ്കളെ കാണിച്ചു. കാരണം മലയാള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അവഗണിക്കുന്ന ഒരു സിനിമാ ലോകമുണ്ട് മലയാള സിനിമയിൽ. അതിൽ താങ്കളെ പോലുള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട്. അതെ 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 ഇവന് ഇതേപോലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നതാണ്. പുണ്യാളൻ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പം സാധാരണ ജോണുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ഫാൻറ്റസി കോമഡി പടമാണ്. 2 മണിക്കൂർ എല്ലാവർക്കും എല്ലാം മറന്നു വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഇതിലൊരു പള്ളിയിലച്ഛൻ്റെ ഫാദർ ജോബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പള്ളിയിലച്ഛൻ്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തൊരു ഒരു സിമ്പിളായിട്ടുള്ള കോമഡി മിസ്റ്ററി എലമെൻറ്റ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഓക്കെ ആയിട്ടില്ല, ജസ്റ്റ് ഒരു ആവറേജ് പോലെ. എനിക്ക് എവിടേക്കോ അടികപ്പിയാൽ കൂട്ടുവാണെങ്കിൽ വൈബ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പടത്തിൻ്റെ ഗ്രിപ്പ് മാറി, എൻഗേജിങ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അർജുന അശോകൻ വരുമ്പോഴാണ് പടത്തിൻ്റെ ഒരു ലെവൽ മാറുന്നത്. ഒരു കോമ്പിനേഷൻ സീൻസ് നല്ല രസമുണ്ടായിരുന്നു. അർജുന അശോകൻ, ബാലു വർഗീസും നമ്മുടെ ഈ പറഞ്ഞ അനശ്വര 3 പേരും നല്ല രസമുണ്ടായിരുന്നു. ഒരു കോമ്പിനേഷൻ സീൻസ് എന്താ നോക്കട്ടെ ഉണ്ട്. ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളൊരു മിസ്റ്ററി, അതാണ് എൻ്റെ മെയിൻ തീം. കോമഡി ട്രാക്കിലാണ് ഫുൾ മൂവി പോകുന്നത്. പക്ഷേ ക്ലൈമാക്സിനോടനുബന്ധിച്ച് വരുന്ന ആ ഒരു മിസ്റ്ററി എലമെൻറ്റ്, അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ നമുക്ക് എന്താ പറയുക, ഒരു തിയേറ്ററിൽ വന്ന് എൻഗേജ് ചെയ്യാൻ കാണാൻ പറ്റിയ മൂവിയാണ്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എൻജോയ് പറ്റുക. എന്നിലെ പ്രേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, പക്ഷേ എന്നാൽ ഒരു സിമ്പിൾ ഒരു മിസ്റ്ററി കോമഡി പടം. ഹാപ്പി ഗോ ലക്കി മൂവിയാണ്, ഒരു ആവറേജ് മൂവി. നമസ്കാരം. അപ്പം ഞങ്ങൾ പുണ്യാളൻ സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ നിഷ ഇടുക്കി. ഒരു ഗംഭീര സിനിമ. ഒരുപാട് പുണ്യാളൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ വേറെ ലെവലാണ് അല്ലേ? നമ്മുടെ ബാലു വർഗീസൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അച്ഛൻ്റെ റോള്. കാരണം പുള്ളി മഞ്ഞുമൽ ബോയ്സ് ഒരുപാട് സിനിമകൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ചെയ്തെങ്കിൽ ഇത് വേറെ ലെവലായിപ്പോയി, അടിപൊളിയായിപ്പോയി. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിശ്രേഷ്ഠൻ ഞങ്ങളുടെ മകൻ നിറഞ്ഞാടിയിരിക്കുകയാണ്. അതേ അടുത്തൊരു ലാലേട്ടൻ തന്നെയാകും. കാരണം അതുപോലെ പെർഫോമൻസ് ആണ്. അതെ, അശോകനൊക്കെ പടം കാണാമെന്ന് പറഞ്ഞു, നല്ല രീതിയിൽ പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നല്ല സിനിമയാണ്. പിന്നെ അനശ്വര എങ്ങനെയുണ്ട്? ഫൈറ്റ് വേറെ ലെവലാട്ടോ. നിഷ ഫൈറ്റ് കണ്ടിട്ട് പേടിച്ചു. അല്ലേ? അപ്പോൾ ഇനി സിനിമയിൽ അവസരം കിട്ടിയ ഫൈറ്റൊക്കെ ചെയ്യൂലേ? ശരി. അപ്പോൾ എന്തായാലും ഈ പടം ഗംഭീര സിനിമ തന്നെയാണ്. അനശ്വര രേഖാചിത്രത്തിന് ശേഷം ഈ പടം ഗംഭീര ഒരു ബന്ധുവില്ല. കാരണം ഞാൻ പറഞ്ഞ പണ്ടത്തെ സുചിത്ര സുനിതേനെയൊക്കെ തിരിച്ചു കിട്ടും. കാരണം അതുപോലത്തെ ഒരു ലുക്കുള്ള ഒരു കുട്ടി തന്നെയാണ് അനശ്വര. ഒരു ജാടയില്ല. അപ്പോൾ നമ്മൾ അഭിനന്ദനം പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ, അടിപൊളി എന്ന് പറഞ്ഞു അഭിനന്ദനം പറഞ്ഞപ്പോൾ തന്നെ. എന്തായാലും സന്തോഷം. അപ്പോൾ നല്ലൊരു സിനിമ സഹായിച്ചു. എല്ലാവരും വന്ന് കാണുക. നല്ല സൂപ്പർ സിനിമ, ഗംഭീര സിനിമയാണ്.